നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടം ഒരു നെഹ്റുവിയനായി പാലക്കാട്ടെ മുൻ MLA ആയി തുടരുന്ന സാഹചര്യം. ഇപ്പോഴും MLA ആണ്, ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ മുൻ MLA നമുക്ക് പറയാൻ വേണ്ടി. സുധാകരൻ മത്സരിക്കണമെന്ന ആവേശ കൊടുങ്കാറ്റാണ് പറയുന്നത്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നു, മത്സരിച്ചാലും ഇല്ലെങ്കിലും ഒരു പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിൽ അതുക്കും വലുതാണ് എന്നാണ് പറയുന്നത്. പാർട്ടിക്കാരൻ, അതായത് പാർട്ടിയിൽ തന്നെ തുടരുമെന്ന സുധാകരന്റെ പ്രതികരണത്തോട് അല്ലെങ്കിൽ സുധാകരന്റെ നിലപാടിനോട് അങ്ങേയറ്റം യോജിച്ചുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം അത്തരമൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കണ്ണൂരിലെത്തുന്ന സുധാകരനെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും വ്യക്തമാകുകയാണ്. കണ്ണൂരിൽ സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഏറ്റെടുക്കുമെന്നാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അങ്ങനെയില്ലെങ്കിൽ സുധാകരൻ നയിക്കണമെന്നും പദവികളല്ല പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ജീവന് തുല്യം അങ്ങനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ സങ്കടപ്പെടുത്തരുതെന്നും അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ആലോചിക്കണമെന്നുമാണ് അദ്ദേഹം കുറിച്ചത്. സുധാകരൻ കോൺഗ്രസ് വിടാനൊരുങ്ങുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഇന്നലെ രാത്രി വൈകിയോളവും ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും തന്നെ അറിയില്ല. പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയാണ്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തിയിരുന്നു. ശരീരത്തിൽ മുഴുവനും ക്ഷീണം കാണുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇന്ന് രാവിലെയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. സ്വതന്ത്രനായി ഏതായാലും ഞാൻ മത്സരിക്കാനില്ല എന്നും സുധാകരൻ പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായിരുന്നു. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിൽ എത്രയോ വലിപ്പമുള്ള സ്ഥാനമാണ് പ്രിയ KS നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരന്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാം. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ തങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് അലങ്കാരികമായിട്ടല്ലല്ലോ, അത് അർത്ഥവത്തായത് അല്ലേ? ഒരു പദവിയുമില്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരം തന്നെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ല KS എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെയും പക്ഷേ കോൺഗ്രസുകാരനായ ഞങ്ങളുടെ സുധാകരേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസുകാരന്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണൂരിലെ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല കേരളത്തിലെ പ്രവർത്തകരെ അങ്ങ് വേണം നയിക്കാൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. കണ്ണൂരിൽ സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടു കൂടി തന്നെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് അതിൽ ഒരു സംശയവുമില്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും KS തന്നെ വരണമെന്ന ആവേശത്തോടു കൂടി പ്രവർത്തകർ നിലവിളിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും എന്താണ് KSന്റെ ഒരു തീരുമാനം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.